ഇന്ന് രാവിലെ ഒരു ചെറിയൊരു യാത്രയാണേ. ഇവിടുത്തെ ഒരു ഗ്രാമത്തിലേക്ക് പോവാണേ. അവിടെ കുറേ കൃഷിസ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. അങ്ങനെ ഈ ഒരു പാലത്തിൽ കൂടി കയറി ഞങ്ങൾ ആ ഗ്രാമത്തിലേക്ക് പോകണം. ഈ പാലം എനിക്ക് തോന്നുന്നു ഒരു വർഷമായി, പുതിയ പാലമാണ്. ഒരു വർഷമായതേ ഉള്ളൂ. ഇതിൻ്റെ പണി കഴിഞ്ഞിട്ട് 4-5 വർഷം എടുത്തത് പണി തീർത്തെടുക്കാനായിട്ട്. ഇത് വലിയ വെള്ളം വരുമ്പം, മഴ വരുമ്പോൾ നല്ലവണ്ണം വെള്ളം നിറയുന്ന ഡാമൊക്കെ വന്ന് നിറഞ്ഞ് ഇത് മുങ്ങിപ്പോകുന്ന അവസ്ഥ വരാറുണ്ട്. അങ്ങനെ ഒരു പാലത്തിൽ കൂടി ഇങ്ങനെ പോവാണ്. എനിക്കൊരു ആൻറ്റിയുടെ വീട്ടിലേക്കാണ് പോകേണ്ടത്. ആൻറ്റി എനിക്ക് കുറച്ച് കടുകും ഗോതമ്പും പിന്നെ പയറും ഉഴുന്നൊക്കെ തരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് വാങ്ങിക്കാനായിട്ടുള്ള പോക്കാണ്. ഈ 2 വീലറിൽ പോകുമ്പം ഉള്ള ഒരു വീഡിയോ എടുപ്പാണ്. അതുകൊണ്ട് ശരിക്കൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ എന്നെക്കൊണ്ട് കഴിയാവുന്ന അത്രയും ഞാൻ കുറച്ചൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇതുപോലൊക്കെയാണ്. സൈഡുകളിലൊക്കെ വലിയ വീടുകളൊന്നുമില്ല, ചെറിയ ചെറിയ വീടുകൾ. പിന്നെ അവരുടെ പശുക്കൾ, കന്നുകാലികൾ, ആട്, അങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ്. പിന്നെ ഇപ്പോൾ ഈ സമയം തണുപ്പായതുകൊണ്ട് കടുകിൻ്റെ തോട്ടം കുറേയധികം ഉണ്ട്. പിന്നെ കടുകിൻ്റെ തോട്ടത്തിൻ്റെ ഒത്തിരി ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത് കൊണ്ട് അത് പ്രത്യേകിച്ച് ഞാൻ എടുത്തിട്ടൊന്നുമില്ല. അങ്ങനെ നിങ്ങൾ കുറച്ച് ദൂരം യാത്ര ചെയ്യണം. റോഡൊക്കെ ഇതുപോലുള്ളതൊക്കെയാണ്. ചില റോഡ് നല്ല റോഡായിരുന്നു. പക്ഷേ ഈ ഗ്രാമത്തിനകത്തേക്കുള്ള റോഡ് ഇങ്ങനെയൊക്കെയാണ്. ഇവിടുത്തെ ആൾക്കാരെന്ന് പറയുമ്പോൾ ട്രൈബലായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട്. കൃഷിയാണ് അവർക്ക് കൂടുതൽ. ഇപ്പം അവർ കൃഷി ചെയ്യുന്നത് പിന്നെ ഗോതമ്പ്, കടല, കടുക്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ കൃഷി ചെയ്തിരിക്കുന്നത്. ഈ കൃഷി സ്ഥലങ്ങളിലുള്ളത് ഇതുപോലുള്ള വീടാണ്, ഓട് മേഞ്ഞ വീട്. നമ്മുടെ നാട്ടിലെ പോലുള്ള ഓടല്ല ഇത്. ഞാനൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഇവിടുത്തെ ഓട്. ചെറിയ ഓടാണ്. ഇതുപോലെ കമത്തിയിട്ടേക്കുന്ന ഓടാണ്. നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെയൊക്കെ കാണാനായിട്ട് ഇതുപോലുള്ളത്. പക്ഷേ നല്ല വൃത്തിയാണ്. വൃത്തിയെന്ന് പറഞ്ഞാൽ ഭയങ്കര വൃത്തിയാണ്. ഞാൻ ഒരു വീട്ടിലേക്കല്ലേ പോകുന്നത്, അന്നേരം ആ വീടിൻ്റെ കൂടെ കാണിക്കാം. ആൻറ്റി ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ കുഞ്ഞു പിള്ളേരെയൊക്കെ കണ്ട് അവരൊക്കെ ഐസ്ക്രീമൊക്കെ കഴിച്ച് വരുന്നത്. കുറച്ച് ദൂരം ചെന്നാലേ ആൻറ്റിയുടെ വീട്ടിലെത്താൻ പറ്റത്തുള്ളൂ. അങ്ങനെ രാവിലെ അല്ല, ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇപ്പം ഈ സമയമായപ്പം തണുപ്പൊക്കെ കഴിഞ്ഞ് വരാറായി. ഇനിയിപ്പം ഈ ഹോളി എന്ന് പറയുന്ന ഒരു ഉത്സവമുണ്ട്. അത് കഴിയുമ്പോൾ പിന്നെ നല്ല ചൂടാകും. അതെനിക്ക് തോന്നുന്നു മാർച്ച് തോന്നുന്നു ആദ്യ ആഴ്ചയിലെങ്ങാണ്ടാണ്. അതൊക്കെ കത്തിക്കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ചൂടാകും. ഇപ്പം ചെറിയ തണുപ്പ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ ഇറങ്ങിയില്ല, ഒരു 11:30-12 മണിയൊക്കെ ആയപ്പോഴത്തെ ഒരിതാണ്. അങ്ങനെ പോയപ്പോൾ ഉണ്ട് ചുരക്ക കിടക്കുന്നുണ്ട്. അതിൻ്റെയും ഒരു വീഡിയോ എടുക്കാമെന്നുകൊണ്ട് ഒരെണ്ണം വാങ്ങിക്കാമെന്നുകൊണ്ട് അവിടെ വണ്ടി നിർത്തിയതാണ്. അങ്ങനെ അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഇതവർ വിത്തിന് നിർത്തിയിരിക്കുന്ന വലിയ ചുരക്കയാണ്, വിളഞ്ഞതാണ്. ബാക്കിയുള്ള പൊട്ടെല്ലാം അവർ പറിച്ചെടുത്തു. അങ്ങനെ അവിടുന്ന് 10 രൂപയ്ക്ക് വാങ്ങിച്ചു ചുരക്ക. അത് കഴിഞ്ഞ് ഞങ്ങൾ ആൻറ്റിയുടെ വീടെത്തി. അങ്ങനെ ആൻറ്റി ഞങ്ങളെ പകുതി വഴിക്ക് വിളിക്കാൻ വന്നു. അങ്ങനെ ഞങ്ങൾ ആൻറ്റിയുടെ വീട്ടിലോട്ട് കയറുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ പണ്ട് നമ്മളൊക്കെ വെള്ളത്തിൽ കളിക്കുന്ന പോലെ അവരിരുന്ന് വെള്ളത്തിൽ കളിക്കുന്നത് കണ്ട് അവരോട് കുറേ കുശലമൊക്കെ പറഞ്ഞു. അങ്ങനെ അവരുടെ ഒരു ചെറിയ വീഡിയോ എടുത്തു. പിന്നെ അത് ആൻറ്റിയുടെ വീടിൻ്റെ ഫ്രണ്ട് വശമാണ്. അങ്ങനെ നമ്മൾ ആൻറ്റിയുടെ വീട്ടിലെത്തി. ഇതൊരു വീട് അവർ ഇടിച്ചിട്ടേക്കുന്നതാണ്, പഴയത്. ഇതാണ് ആൻറ്റിയുടെ വീട്. ആൻറ്റി കയറി പോകുന്നത്. അങ്ങനെ ആൻറ്റിയുടെ വീട്ടിനകത്തെത്തി. ആൻറ്റി ഞങ്ങൾക്ക് ഇവിടെ കടുകൊക്കെ മുറിച്ചിട്ടിട്ടുണ്ട്. കടുക് വിളഞ്ഞത് ഉണങ്ങിയതൊക്കെ അവർ മുറിച്ചുകൊണ്ട് വന്ന് നല്ലോണം ഉണങ്ങാൻ വേണ്ടി അവരിട്ടിട്ടുണ്ട്. ഇതൊക്കെ അവരുടെ മുൻഭാഗത്തുള്ള വീടുകളാണ്. കാളയോ പശുവോ എന്തൊക്കെയുണ്ട്. പിന്നെ ഇതാണ് അവരുടെ വീട്. ഇങ്ങനെയാണ് ഇവിടുത്തെ വീടുകൾ മിക്കതും. ഇങ്ങനെ ഗ്രാമങ്ങളിലെ വീടുകൾ ഇങ്ങനെയാണ്. എനിക്ക് തോന്നുന്നത് ചാണകം മെഴുകിയിട്ടാണോ അല്ലയോ, അതിൻ്റെ പുറത്തുകൂടെ കളർ അടിച്ചിട്ടുണ്ട്. ഗ്രീൻ കളറും നീല കളറും ഒക്കെ അടിച്ചിട്ടുണ്ട്. നല്ല സൂപ്പറാണ്. ഒരു ശകലം പോലും വൃത്തികേടായിട്ട് അല്ലെങ്കിൽ ഇത് വേസ്റ്റ് കിടക്കുക അങ്ങനെയൊന്നുമില്ല. എല്ലാം നല്ല വീടുകൾ. ഇത് അവിടെ സ്പെഷ്യൽ മുറിയാണ്. സാധനങ്ങളൊക്കെ ഈ കൃഷി സ്ഥലത്തു നിന്ന് കൊണ്ടുവന്ന് വെക്കുന്നത്, വളമൊക്കെ വെക്കുന്ന ഒരു ചെറിയ മുറി. പിന്നെ അങ്ങനെ കുറേ മുറികളുണ്ട് ചെറിയ ചെറിയത്. ഇവരുടെ വിത്തുകളും ഇങ്ങനെ വിളവൊക്കെ എടുക്കുമ്പം കൊണ്ടുവന്ന് വെക്കാനുള്ള ഗോതമ്പ്, കടുകും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് വെക്കാനുള്ള ചെറിയ ചെറിയ മുറികളും ഉണ്ട്. ഇത് കണ്ടോ, ഇത് ഇവരുടെ കൂളറ്,
എല്ലാം നല്ല വൃത്തിയായിട്ടാണ് അവരിട്ടിരിക്കുന്നത്. കട്ടിലയിലൊക്കെ നല്ല ബെഡ്ഷീറ്റ്. പിന്നെ മേൽവശം, വീടിൻ്റെ മേൽവശം ഇതുപോലെ മുള കൊണ്ട് പാകിയിട്ടുണ്ട്. അതിൻ്റെ മേളിൽ ഷീറ്റാണ്. പിന്നെ ഇത് കണ്ടോ, ഇവിടെ ഒരു ചെറിയ മുറിയുണ്ട്. ഇതിനകത്ത് അവർ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നത്, എല്ലാം കൊയ്ത് കൊണ്ട് വരുമ്പം അങ്ങനെ എടുത്ത് വെക്കുന്ന മുറികളാണെന്ന് തോന്നുന്നു. കണ്ടോ, എല്ലാം നല്ല വൃത്തിയാണ്. പിന്നെ കട്ടിലേൽ ഈ സാരി വെച്ച് തയ്ക്കുന്ന കത്തടി എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അതാണ് അവർ വിരിച്ചിരിക്കുന്നത്. ഇത് ഒരു പെട്ടി. ഈ ഒരു പെട്ടി എല്ലാ വീടുകളിലും ചെന്നാൽ കാണാൻ പറ്റും. അവരുടെ സാധനങ്ങൾ നിറച്ച് വെക്കുന്ന, ഇതുപോലെ ഗോതമ്പൊക്കെ കൊയ്ത് കൊണ്ട് വരുമ്പോൾ അവർ നിറച്ച് വെക്കുന്നതാണ്. ഇത് മേളിലോട്ട് കയറിപ്പോകാൻ ചെറിയൊരു ഇത് കിടക്കുന്ന ഒരു തട്ടാന്ന് തോന്നുന്നു. ആ തട്ടിലേക്ക് കയറാനുള്ള സീഡിയായിരുന്നത്. ഇത് അടുക്കളയിൽ ആൻറ്റി ഞങ്ങൾക്ക് വേണ്ടി ആഹാരം ഉണ്ടാക്കണം, ഞങ്ങൾ വരുന്നെന്ന് പറഞ്ഞതിന് കുറച്ച് ആഹാരമൊക്കെ ഉണ്ടാക്കി. ഇവിടെ എന്തൊക്കെയുണ്ട്, ചൂലുണ്ട്, പിന്നെ എന്തൊക്കെയോ കൃഷി സാധനങ്ങളുണ്ട്, അത് കണ്ടില്ല. പിന്നെ ആൻറ്റി ഞങ്ങൾക്ക് വേണ്ടി എന്തെയോ കറിയൊക്കെ വെക്കുന്നു. പിന്നെ ഇത് അവിടുത്തെ അങ്കിളാണ്. അപ്പം ആൻറ്റി പറഞ്ഞ് ഞങ്ങൾ ചായയൊക്കെ ഇട്ട് തന്നു. ചായയൊക്കെ ഇത് സ്റ്റീൽ ഗ്ലാസ്സിലാണ് ഇവർ വലിയ ഗ്ലാസ്സൊക്കെ തരുന്നത്. പക്ഷേ അതിനകത്ത് ഇച്ചിരി മാത്രം, കുറച്ച് മാത്രമേ ചായയൊക്കെ തരത്തുള്ളൂ, നല്ല കടുപ്പത്തിൽ. പക്ഷേ ഞങ്ങൾ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് നമ്മുടെ രീതിയിൽ കടുപ്പം കുറച്ച് ചായയൊക്കെ ഇട്ട് തന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ആൻറ്റി പറഞ്ഞ് കൃഷിസ്ഥലം പോയി കടല വിതച്ചിട്ടുണ്ട്, അതുമല്ല അവിടെ ഒരു പുള്ളിമരമുണ്ട്, അതൊക്കെ പോയി കണ്ടിട്ട് വരാൻ പറഞ്ഞു. അന്നേരത്തേക്ക് കറി വെക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അങ്കിളിൻ്റെ കൂടെ അവരുടെ കൃഷിസ്ഥലം കാണാനായിട്ട് പോവുകയാണ്. അങ്ങനെ കടലയൊക്കെ കണ്ടോ നല്ലവണ്ണം വന്നിട്ടുണ്ട്. കടല ശരിക്കും വന്നിട്ടുണ്ട്. അത് മുറിക്കാറായില്ല, വിളഞ്ഞു വരുന്നതേ ഉള്ളൂ. അങ്ങനെ അവരുടെ ആ കൃഷി സ്ഥലം കുറേ ഏക്കറുണ്ട്, നല്ല നിരന്ന സ്ഥലങ്ങൾ, കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ കുറച്ച് ഗോതമ്പൊക്കെ ഉണ്ട് ദൂരെ ദൂരെ. ഇത് കടുകുണ്ട്, കടുകിൻ്റെ തോട്ടവും കാണാം. അങ്ങനെ ഞങ്ങൾ അങ്കിളിൻ്റെ കൂടെ ഇങ്ങനെ അവരുടെ കൃഷിസ്ഥലം മൊത്തം നടന്ന് ഒന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. നല്ല നേരിട്ട് കാണുമ്പം നല്ല ഭംഗിയാണ് കാണാൻ. നമ്മുടെ നാട്ടിൽ ഇതുപോലെ കടലയുടെയും എന്തുവാ പറയുന്നത്, ഗ്രീൻ പീസ് അങ്ങനെയുള്ള സാധനങ്ങളുടെ കൃഷിയൊന്നും അധികം കാണും, പക്ഷേ കുറച്ചേ കാണത്തുള്ളൂ. പക്ഷേ ഇത് നല്ല ഭംഗിയായിട്ട് നേരിട്ട് കാണുമ്പം നല്ല രസമാണ് കാണാനായിട്ട്. കുറേ അധികം സ്ഥലങ്ങളുണ്ട്. ഇത് പലരുടേതായിട്ടുള്ള സ്ഥലങ്ങളാണ്. ആൻറ്റിക്കും ഉണ്ട് കുറച്ചധികം സ്ഥലങ്ങൾ. അങ്ങനെ ഇവിടെ വന്നു. ഇത് കണ്ട് ഗോതമ്പൊക്കെയാണ്. ഇത് ഗോതമ്പ് വിതച്ചേക്കുന്ന ഗോതമ്പായി വരുന്നതേ ഉള്ളൂ, ചെറുതായിട്ടായി വരുന്നതേ ഉള്ളൂ, ഗോതമ്പായിട്ടില്ല, ചെറുതായിട്ട്. പിന്നെ അങ്ങനെ, പക്ഷേ ഇവിടുത്തെ മണ്ണൊക്കെ സൂപ്പറാണ് കേട്ടോ. ഞങ്ങളെപ്പോഴും പോകുമ്പോൾ വിചാരിക്കും കുറച്ച് കപ്പ കിട്ടിയായിരുന്നെങ്കിൽ നമുക്ക് കൊണ്ട് കപ്പ ഇടാമായിരുന്നു. പക്ഷേ ഇങ്ങനെ ഈ ഇവിടെ നിന്നും കപ്പ കിട്ടത്തില്ല. ഇവർക്ക് കപ്പ എന്താണെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ പുളിമരത്തിൻ്റെ അടുക്ക് വന്ന് പുളി നിറയെ കായ്ച്ചു നിൽപ്പുണ്ട്. പക്ഷേ മൊത്തം പച്ചയാണ്, പഴുത്തതൊന്നുപോലും കിട്ടിയില്ല. ആൻറ്റി പറഞ്ഞ് പഴുത്ത് കഴിയുമ്പം കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ വർഷവും എനിക്ക് ഈ പുളിമരത്തിൽ നിന്ന് ഇഷ്ടം പോലെ പുളി കൊണ്ട് തരാറുണ്ട്. ഞാൻ ഈ MP-യിൽ വന്നതിന് ശേഷം പുളി എന്ന് പറയുന്ന സാധനം വാങ്ങിച്ചിട്ടില്ല. ആൻറ്റി എനിക്ക് എല്ലാ വർഷവും തരാറുള്ളത് കൊണ്ട് പഴുത്ത് കഴിയുമ്പോൾ ആൻറ്റി പെറുക്കിക്കൊണ്ട് തരും. അങ്ങനെ പുളിയൊക്കെ കണ്ട് കടലയൊക്കെ നല്ലവണ്ണം കായ്ച്ച് നിൽപ്പുണ്ട്, നല്ല കായായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് മുറിക്കാറായിട്ടില്ല, മുറിക്കാറാകുമ്പം ആൻറ്റി വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാണാൻ. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ആൻറ്റി ചോറും മുട്ടക്കറിയൊക്കെ തന്നു. ഇവരുടെ ചോറും കറിയൊക്കെ നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെടത്തില്ല, കാരണം അവരുടെ രീതിയിലല്ലേ വെക്കുന്നത്. അതുപോലല്ല, അതുതന്നെയല്ല, അവർ കൈ കൊണ്ടാണ് അത് വിളമ്പുന്നത്. അവരുടെ ഒരു പ്രത്യേക രീതിയാണ്. ചോറ് വിളമ്പി തരുമ്പം അവർ കൈ കൊണ്ട് വിളമ്പിത്തരും. അതുപോലെ നമ്മൾക്ക് കൈ കഴുകാൻ വെള്ളം കൊണ്ടുതരും. കഴിക്കുന്നതിന് മുമ്പേയും കഴിച്ചു കഴിഞ്ഞും കൈ കഴുകാൻ നമ്മൾ ഇരിക്കുന്നിടത്ത് കൊണ്ടുതരും. അതിൻ്റെ കൂടെ ഒരു പാത്രം കാണും, അതിലേക്ക് നമ്മൾ കൈ കഴുകി ഒഴിച്ചാൽ മതി. പിന്നെ അവരത് കൊണ്ടുപോയിക്കോളും പ്ലേറ്റൊക്കെ. നമുക്ക് അവിടെ നിന്ന് എണ്ണിക്ക പോലും വേണ്ട. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ആചാരങ്ങൾ. പക്ഷേ നമുക്കതൊന്നും ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ നമ്മളെ സ്നേഹിക്കുമ്പം അവരോടൊപ്പം നമുക്ക് സ്നേഹം കൊടുക്കണം. അവർക്ക് പാവങ്ങളാണ്, അവർക്കൊക്കെ നമ്മളെ സ്നേഹിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. നമ്മളെത്ര സ്നേഹിക്കുന്നു അതിൻ്റെ ഡബിൾ അവർ നമ്മളെ സ്നേഹിക്കും.
പിന്നെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് ആൻറ്റിയുടെ കടുക് തോട്ടം മറ്റേ സൈഡിലുണ്ടായിരുന്നു. അങ്ങനെ കടുക് തോട്ടം കാണാൻ വന്നപ്പോൾ ഉണ്ട് അവിടെ കുറേ പേര് ഇഷ്ടിക ഉണ്ടാക്കുന്നു. അങ്ങനെ അതും ഒന്ന് കണ്ട് അതിൻ്റെയും കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ ആൻറ്റിയുടെ കൂടെ അങ്കിളിൻ്റെയും കൂടെ ഇന്നത്തെ ദിവസം പോയി. അങ്ങനെ കുറേ കൃഷി സ്ഥലങ്ങളൊക്കെ കണ്ട് നടന്ന് ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, ഈ ഇഷ്ടികയൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ അത് കണ്ടപ്പോൾ നല്ല രസമായിരുന്നു. പിന്നെ അവിടുത്തെ ഞങ്ങൾ ചെന്ന സമയത്ത് എന്താ കറണ്ട് ഇല്ലാഞ്ഞത് കൊണ്ട് അവരാരും അങ്ങനെ പണിയെടുക്കുന്നതായിട്ട് കണ്ടില്ല. പിന്നെ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മാത്രമേ കണ്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് അതൊക്കെ കണ്ടേച്ച് ഞങ്ങൾ ആൻറ്റിയുടെ കൂടെ തിരിച്ചു വന്നു. അങ്ങനെ ഈ ഒരു ഇതെന്തുവാന്ന് എനിക്കറിയത്തില്ല, അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. പിന്നെ അങ്ങനെ കുറേ കടലാസ് ചെടിയും പൂവും ഒക്കെ കണ്ട് അതിൻ്റെയൊക്കെ കുറേ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ ആൻറ്റിയുടെ കൂടെ തിരിച്ചു വന്നു. അങ്ങനെ രാവിലെ പോയ ഞങ്ങൾ കുറേ സമയമെടുത്ത് അവിടെയൊക്കെ കറങ്ങി അടിച്ച് അങ്ങനെ വല്ലപ്പോഴും ഒക്കെ പോകത്തുള്ളൂ കേട്ടോ. ഗ്രാമം ആയതുകൊണ്ട് നല്ല ഉൾഗ്രാമം, മീൻസ് ഒത്തിരി അകത്ത് പോകണം. അങ്ങനെ അവിടെ പോയി ഒക്കെ നമ്മളെ കാണുമ്പോൾ അവർക്കറിയാം നമ്മൾ ഹിന്ദിക്കാരല്ല എന്നുള്ളത്. അതുകൊണ്ട് അവർ നമ്മളെ നോക്കുമ്പോൾ നല്ല സൂക്ഷിച്ചൊക്കെ നോക്കും. നമുക്ക് ചിലപ്പോൾ പേടി തോന്നും, കാരണം അവർ സ്നേഹം കൊണ്ടായിരിക്കും ഒരു പക്ഷേ നോക്കുന്നത്. പക്ഷേ നമ്മളെ കാണുമ്പോൾ അവർക്ക് നമ്മുടെ വസ്ത്രവും നമ്മുടെ അറിയാമല്ലോ, മലയാളികളെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻസിനെ കാണുമ്പോൾ അവർക്കറിയാം. അങ്ങനെ അവർ ഞങ്ങളുടെ കൂടെ വന്നു. ആട്ടിൻകുട്ടൻ്റെ ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഈ തേക്ക് വനത്തിൽ കൂടെയാണ് ഞങ്ങൾക്ക് വരേണ്ടതും പോകേണ്ടതും. ഇതിൽ തന്നെയാണ് അങ്ങോട്ട് പോയതും. അങ്ങനെ ഞങ്ങൾ വന്ന് ഇതിൻ്റെ ഇടയ്ക്ക് കുരങ്ങന്മാരൊക്കെ ഉണ്ട്, കാണാൻ പറ്റുന്ന ഒരാൾ പോകുന്നുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട് കുരങ്ങന്മാർ. ചെറിയ വാലുള്ളത് കൊണ്ട് ഇതുപോലെ നീളം വാലുള്ളതും ഉള്ളതുകൊണ്ട് ഇഷ്ടം പോലെയുണ്ട്. അങ്ങനെ ഈ ഒരു റോഡിൽ കൂടെയാണ് ഞങ്ങൾ പോയതും അതുപോലെ തിരിച്ചു വന്നതും. ഇതിലേക്ക് ഇനി ഈ റോഡിൽ കൂടെ ചെന്ന് കഴിയുമ്പോൾ നല്ല റോഡ് കിട്ടും. അത് കൽക്കരിക്കാരുടെ കമ്പനിയുള്ള ഒരു റോഡാണ്. ഇവിടെയൊക്കെ ഇതിൻ്റെ അടിയിലൊക്കെ പൊള്ളയാണെന്ന് അവർ പറയുന്നത്. കാരണം കൽക്കരിയൊക്കെ കുഴിച്ചെടുത്തിരിക്കുന്ന സ്ഥലങ്ങളാണിത്. അതുകൊണ്ട് ഇതിനടിയൊക്കെ പൊള്ളയാണെന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. നമുക്കറിയത്തില്ല, അവർ പറയുന്നത് നമ്മൾ കേൾക്കുക മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഒരു ടാറിട്ട റോഡ് ഇതിലെ കുറേ ദൂരം പോയി കഴിയുമ്പോൾ ഇവിടെ ഒരു കൽക്കരി കമ്പനിയായിരുന്നു, അതവർ നിർത്തി വെച്ചേക്കുവാണ്. പിന്നെ ഇതിലെ കൂടെ ഈ വരുന്നതൊക്കെ അവിടുത്തെ ഡ്യൂട്ടിക്കാരാണ്. അവർ മാത്രമേ ഈ ഒരു റോഡിൽ കൂടെ വരത്തുള്ളൂ. കാരണം ഇവിടുന്ന് ആൾ താമസം ഇല്ലാത്തത് കൊണ്ട് അവർ വരുന്ന റോഡാണ്. കൽക്കരി കമ്പനിക്കകത്ത് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരും ജോലിക്കാരും ഒക്കെ വരുന്ന ഒരു റോഡാണ്. തേക്കും വനമാണ് കൂടുതലായിട്ട് ഇവിടെ ഉള്ളത്. നല്ല വൃത്തിയാണ് കേട്ടോ. പക്ഷേ MP എന്ന് പറയുമ്പം ഞങ്ങൾ താമസിക്കുന്ന ഒരു നല്ല MP ഞാൻ എവിടെ പോയിട്ട് കണ്ടാലും നല്ല വൃത്തിയാണ്. ഭോപ്പാലൊക്കെ ഞാൻ പോയിട്ടുണ്ട്, ഒക്കെ നല്ല വൃത്തിയാണ്. സൂപ്പർ ഒരു സംസ്ഥാനമാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക.